ഈ CDL കമ്പനിയുടെ 13003 വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുണ്ട്, സാധാരണ 13003ൻ്റെ പിൻ കണക്ഷൻ ഇതാണ്, ബേസ് കളക്ടർ എമിറ്റർ. നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ബേസ്, നടുക്കത്തെ കളക്ടർ, എമിറ്റർ. CDLൻ്റെ പിൻ വ്യത്യാസമുണ്ട്, ബേസ് എമിറ്റർ കളക്ടർ എന്നാണ്. അപ്പം നമ്മുടെ ഈ ബോർഡിൽ 13005 പകരം ഇത് ഇടുമ്പോഴത്തേക്കും ബേസും കളക്ടറും നോക്കണ്ടില്ല, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. ഇത് നമ്മൾ ഇൻസർട്ട് ചെയ്യണം. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ മറ്റുള്ള സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ സർക്യൂട്ടിൽ പ്രശ്നമില്ല, ഇത് അതിനുവേണ്ടി എങ്ങനെ ഇവിടുത്തെ കളക്ടർ മറ്റോ തിരിഞ്ഞു പോയാലും പ്രശ്നമില്ലാത്ത വിധത്തിലുള്ള ഒരു ഡിസൈനാണ്. അതായത് നമ്മൾ കൊടുക്കുന്നത് ഇത് വർക്കിംഗ് ബോർഡാണ്, ഇത് കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ തന്നെ ഇൻസർട്ട് ചെയ്താൽ മതി. ആ പിന്നിൻ്റെ ഹോളും മാത്രം നോക്കിയാൽ മതി. ഇത് ചൂടാവുന്ന ട്രാൻസിസ്റ്ററാണ്, ചെറിയ ഹീറ്റ് സിങ്ക് കൊടുക്കണം, അത് നമ്മൾ പുറകെ പറയാം. അപ്പോൾ ഈ CDLൻ്റെ 13003 മറ്റുള്ള കമ്പനിയുടെ 13003 ഈ പിൻ കണക്ഷനിൽ ഇങ്ങനൊരു വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക വേറെ സർക്യൂട്ട് അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും. നമ്മുടെ ഈ ക്ലാസ് ഡിക്ക് ഇത് ബാധകമല്ല, എങ്ങനെയായാലും ഏത് 13003 ആണെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.